നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആകെ ചർച്ചാ വിഷയമായ പ്രധാനപ്പെട്ട വിഷയം കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഒരൊറ്റ രാത്രി കൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ പോയ രാജ്യസഭാ അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ എ റഹീമിന്റെ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചാണ്. സംസാരിച്ചപ്പോൾ ഉണ്ടായ ചില പരിമിതികൾ ട്രോളാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പിന്നെ ചില സംഘികളും അത് ട്രോൾ വീഡിയോകളാക്കി മാറ്റി അവര് ആഘോഷിക്കുകയാണ്. കണ്ണീരൊഴുക്കുന്ന മനുഷ്യന്റെ കണ്ണീര് തുടയ്ക്കാൻ ഭാഷയല്ല, അത് ഹൃദയത്തിന്റെ വിശാലതയാണെന്ന് ഈ പറയുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഖദറിൽ ചെളി പറ്റാതെ ഖദർ ചുരുങ്ങാതെ വെല്ലവന്റെയും കടയിൽ പോയി വയറു നിറയെ തിന്നിട്ട് വെള്ള ഷർട്ടിട്ട അണ്ണൻ കാശ് തരുമെന്ന് പറഞ്ഞ് മുങ്ങുന്ന ആ ടീമിനോടൊന്നും കണ്ണീരിന്റെയും സഹതാപത്തിന്റെയും കഥ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തായാലും ഇനി എ റഹീമിന് ഇങ്ങനെയുള്ള പരിമിതികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എ റഹീമിന് പാർട്ടി ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ള ലോക പ്രശസ്തരായ അധ്യാപകരെ കൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ് എടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്ത ചില ലോകമറിയുന്ന അധ്യാപകരെയാണ് ഇതിനുവേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതില് പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയാണ്. കാരണം സ്പിൽബർഗിനൊക്കെ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത് പുള്ളിയാണ്. ലോകസഭയിലൊക്കെ ഇംഗ്ലീഷ് കൊണ്ട് അമ്മാനമാടുന്ന കുഞ്ഞാപ്പയാണ് ആദ്യമായിട്ട് എ റഹീമിന് വേണ്ടി ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. പ്ലീസ് കം മിസ്റ്റർ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ. This is what is called a very authoritarian kind of stand. Now that you are thinking that you are the comfortable majority and you are bulldozing one after another. ഇതല്ല കുഞ്ഞാപ്പ, മറ്റേ ടിങ് ടോങ് ആ ഇംഗ്ലീഷ് പഠിപ്പീര്. Don't think that this jubilant attitude will be there for always. Your communal agenda, with your communal agenda, you get unemployment, then welfare. Everything you think that you will be able to jump on that out, but don't ignore the people like that. Don't think that you will be able to do that. Don't underestimate the people. അപ്പൊ കുഞ്ഞാപ്പയെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. സർട്ടിഫിക്കറ്റ് അത് അടിച്ചുറപ്പിച്ചു. ഇനി സ്പിൽബർഗിന് ക്ലാസ് എടുത്ത രണ്ടുപേരെ നമ്മൾ ക്ഷണിക്കുകയാണ്. അതിൽ ഒരാൾ പ്രധാന അധ്യാപകനും മറ്റൊരാൾ പ്രധാന അധ്യാപകൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അസിസ്റ്റന്റുമാണ്. നമുക്ക് എന്തായാലും അവരുടെ ആ ക്ലാസ് എടുപ്പൊന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം. അതായത് നിങ്ങൾ കണ്ടത് ഈ പ്രധാന അധ്യാപകന് എന്തെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ നേരെ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കും. അപ്പോൾ അസിസ്റ്റന്റ് നേരെ പ്രധാന അധ്യാപകന് നേരെ കയറും. അപ്പൊ ഇങ്ങനെ ആയി അത് കഥകളിയുടെ ഭാവത്തിലേക്ക് മാറും. അതായത് ലോകമറിയുന്ന രണ്ട് അധ്യാപകരാണ്. ഇത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ഐശ്വര്യമാണെന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ എണ്ണ ഒഴിക്കാത്ത വിജാഗിരിയുള്ള വാതിലടയ്ക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിൽ ഇംഗ്ലീഷ് എങ്ങനെ പറയാം എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് ഈ കച്ചേരിയുടെ രൂപത്തിലൊക്കെ എന്നൊക്കെ പറയുന്നു ആ രീതിയിൽ ഇംഗ്ലീഷ് എടുക്കുന്ന ലോകമറിയുന്ന കച്ചേരി ഇംഗ്ലീഷ് വിദഗ്ധൻ പാലാരിവട്ടം പാലം കൊണ്ട് പ്രശസ്തനായ ഇബ്രാഹിംകുട്ടി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. Infrastructure. So I think about അത് ആ താളത്തിലങ്ങ് പോകും. അത് കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ താളത്തിലോട്ട് പോകും. അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി വേറൊരാളുണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം നമ്മൾ കാണാതെ ഇംഗ്ലീഷ് പറയാനുള്ള ക്ലാസ് എടുത്ത് ഇനി നമ്മൾ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നോക്കി വായിക്കേണ്ടി വരും. അതായത് എഴുതി തന്നത് നോക്കി വായിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് നോക്കി വായിക്കാം എന്നുള്ളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ TN പ്രതാപനെ, അതായത് തൃശൂരിൽ കോൺഗ്രസിന്റെ 87,000 വോട്ട് മറിച്ച് BJPക്ക് കൊടുത്ത് BJPക്ക് ഒരു MP ഉണ്ടാക്കി കൊടുത്ത ലോകമറിയുന്ന മഹാൻ TN പ്രതാപൻ. 66 വലപ്പാട് പാലപ്പറ്റി ആൻഡ് അണ്ടത്തോടല്ല national highway. Yes, extend to Kodingalur, sir. To take special safety measures at the Chetua Bridge and Kodingalur Kottaparam Bridge on National Highway 66. Thank you. Sir, one point. Construction under the National Highway 544 near
അപ്പൊ ഇവരൊക്കെയാണ് എ റഹീമിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വരുന്ന ലോകമറിയുന്ന പ്രശസ്തരായ അധ്യാപകർ. ഇനി ഇവരെങ്ങനെ ലോകമറിഞ്ഞു, ഇവരെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ലോകം അറിഞ്ഞതെന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതായത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന പോലും തെറ്റാതെ പാടാൻ അറിയാത്ത അന്ധങ്ങളായ, മന്ദബുദ്ധികളായ, കഴിവുകെട്ട വാഴകളായ നേതാക്കന്മാരുടെ അണികളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എ റഹീമിന്റെ ഇംഗ്ലീഷിനെ കുറിച്ച് കളിയാക്കുന്നതും ട്രോളുന്നതും. ഇത്രയ്ക്ക് ഗതികെട്ടവന്മാർ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്തായാലും ലോകമറിഞ്ഞ കേരളത്തിലെ കോൺഗ്രസിലെ അല്ലെ ഇന്ത്യയിലെ കോൺഗ്രസിനെ ലോകം എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. Getting some breaking news from the state of Kerala. Kerala Congress national anthem blunder caught on camera. Congress workers sing national anthem incorrectly at the 140th Foundation Day celebrations held at the Kerala Pradesh Congress Committee headquarters yesterday. Instead of singing Jana Gana Man, the workers sang Jana Gana Mangala. The video has now gone viral. Senior leaders of the party, A.K. Antony, V.M. Sudhiran, P.C. Vishnurad, Deepa Das Munshi were present when the mistake happened. And despite making the mistake, none of them interfered and corrected it, and it was completed in the wrong version. उत्कलगंगा रिंदगी माजल यमुना गंगा उच्चल जलचितरंगा तव शुभ. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 1947 ആഗസ്റ്റ് 15 തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിരിച്ചുവിടാൻ പറഞ്ഞ പാർട്ടി താങ്കളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ആ ഇന്ത്യയുടെ ദേശീയ ഗാനം പോലും നേരെ ചൊവ്വേ പാടാൻ അറിയാത്ത ഇതുപോലെയുള്ള മന്ദബുദ്ധികളായ നേതാക്കന്മാരുടെ അടികളാണ് കേരളത്തിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് RSSന്റെ ഗണഗീതം വല്ലതും ആയിരുന്നെങ്കിൽ ഇവരൊക്കെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പാടുമായിരുന്നു. അതുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസിനോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ AICCയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, അടുത്ത തവണ മുതൽ നിങ്ങളുടെ കോൺഗ്രസ് പരിപാടിക്ക് ഗണഗീതം പാടി നിങ്ങൾ ശീലിക്കുക. കാരണം അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടിയൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം കതർമുണ്ട് വാരി മാറ്റി അടിയിൽ കിടക്കുന്ന കാവിക്കളസം കേരള ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോ ഇത്ര ഇംഗ്ലീഷ്, ഇനി നമുക്ക് അവസാന നിമിഷം കുറച്ച് ഹിന്ദിയും കൂടി നമുക്ക് ആരെ പഠിപ്പിക്കാം? റഹീമിനെ പഠിപ്പിക്കാം. ഹിന്ദിയെ പഠിപ്പിക്കാൻ വേണ്ടി ലോക വിശ്വഗുരുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. और लोकार्पण करके यहाँ आया हूँ. അപ്പൊ ഹിന്ദിയും പഠിച്ചു. ഇത് ട്രോളായിട്ട് ആരും കാണരുത്. ഇത് സത്യസന്ധമായ 100% സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാരും ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. ഓക്കെ, അപ്പം എന്റെ പ്രിയപ്പെട്ട അന്തങ്ങളെ, അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളി മറിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും അന്തങ്ങളെ, നിന്റെയൊക്കെ നേതാക്കന്മാരെ നല്ലതുപോലെ ജനഗണമനയെങ്കിലും പാടിപ്പിച്ചാൻ ശ്രമിച്ചിട്ട് പോരെ എ റഹീമിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു.